ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ ഒരു റീസ്റ്റോക്ക് ചെയ്ത കോംബോ ഉൾപ്പെടെ 4 കോംബോയാണ് കേട്ടോ ഉള്ളത്. അടിപൊളി കോംബോ തന്നെയാണ്, നല്ലതായിട്ട് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ ഇപ്പം നിലവിലുള്ള നമ്മുടെ കാറ്റലോഗിലുള്ള പ്ലാന്റ്സുകളൊക്കെ കുറേയൊക്കെ നമുക്ക് വേഗത്തിലും തന്നെ കാണിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയാൻ അഗ്ലോണിമയുടെയാണ്. അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റി ഒക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ. അതിലിതാ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമ ചൈന റെഡ് ആണ്. നല്ല ഭംഗിയിൽ നല്ല ഹൈറ്റിലൊക്കെ വളരുന്ന പ്ലാന്റ്. കുറച്ചും കൂടെ നല്ല നിറമൊക്കെ വരും കേട്ടോ. ചിലതിലൊക്കെ ബേബി പ്ലാന്റുകളും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുള്ളത് അങ്ങനെ തന്നെ വിടുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നല്ല വലിയ ഇലകളാവും. അപ്പോൾ നമ്മളൊരു താങ്ങ് കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിന് അധികം കട്ടി വെക്കത്തില്ല. അപ്പോൾ ഒത്തിരി വലിയ ഇല ആകുമ്പോഴത്തേക്കും കനം തൂങ്ങിയിട്ടൊന്ന് വീഴുന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താങ്ങൊക്കെ കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതാ ഈ ഒരു കളർ കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറാണ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡയമണ്ട് റെഡ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കാണാനൊക്കെ നല്ല നിറമൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റിനൂടെ 700+ കൊറിയറാണ്, 700+ കൊറിയർ. അഗ്ലോണിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മളുടെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കോംബോയാണ്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡിഷിഡിയ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പെട്ടെന്ന് തന്നെ നോഡുകളിൽ നിന്നൊക്കെ ഇതൊക്കെ വരും, ഏരിയൽ റൂട്ടുകളൊക്കെ വന്ന് പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. നമുക്കൊരു ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനത്തെയൊക്കെയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ സ്ട്രിങ് ഫേൻ ആണ്, ഫേൻ വെറൈറ്റി. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ ഫേനിൻ്റെ കോംബോ ചെയ്യുമെന്ന്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേനിൻ്റെ എല്ലാ ഫേനുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു തീരെ കുറഞ്ഞ റേറ്റിലുള്ളൊരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉള്ളത് സ്ട്രിങ് ഫാനാണ്. ഇത് നല്ല ഇതുള്ള ഫാനാണ് കേട്ടോ. ഒത്തിരി ഷൂട്ടുകളായിട്ട് ഇങ്ങനെ കണ്ടോ, ഒത്തിരി പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് തിരിച്ചൊക്കെ നടാം. ഇത് ചെയ്യുന്ന ഒരു സെയിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹമായിരിക്കും കേട്ടോ. അതായത് ഒത്തിരി ഷൂട്ടുകളുണ്ട്. അപ്പോൾ ഇതിനും രണ്ടിനും കൂടെ 500+ കൊറിയറാണ് വരുന്നത്, 500+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വേഗത്തിൽ കുറേ ബ്രാൻഡുകളുള്ള കാരണം വേഗത്തിൽ കാണിച്ചു പോകാം. പിന്നെ റീസ്റ്റോക്ക് ചെയ്ത കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മഞ്ജുളയും മാർബിളിൻ്റെയും ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ മഞ്ജുള പോത്തോസ്, ഇത് മാർബിൾ പോത്തോസ് ആണ് വരുന്നത്. ഇങ്ങനെ രണ്ടിനും കൂടെ 350. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്. 350 ആണ് ഇത് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്ത്, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ നാലാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഏറ്റവും വില കുറവിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോംബോ തന്നെയാണ്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സീസി പ്ലാന്റ്. ഈ ഒരു ഇതിൻ്റെ സൈസിലൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും. ഇങ്ങനെ ബേബി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ കേട്ടോ, ബ്ലാക്കാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മിക്കാഡോ ഫുൾ പോട്ട് വരുന്നത്. ഒരു പോട്ടിൽ 5 ഷൂട്ടുകളൊക്കെ 5 തൈകളായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. 5 തൈകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. 5 ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് ഭംഗി. ഇനിയിപ്പോൾ അത് വലുതാകുമ്പോഴത്തേക്ക് അതനുസരിച്ച് പോട്ടുകളും മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ഇതിപ്പോൾ 5 ഒരുമിച്ചിരിക്കുന്ന ഭംഗി. പിന്നെ ചിലവരൊക്കെ ഒരെണ്ണമൊക്കെ നടാറുണ്ട്. പക്ഷെ ഒരെണ്ണമൊക്കെ നടന്നേക്കാൻ നല്ലത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഭംഗി വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് ഇത്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്, ഇൻഡോറിലേക്ക് ഏറ്റവും പറ്റുന്ന പ്ലാന്റുകൾ പറ്റുന്നതാണ് നമ്മുടെ പീസ് ലില്ലി, പിന്നെ ആന്തൂറിയും. അപ്പോൾ അതിൽ നമ്മുടെ പീസ് ലില്ലിയാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നേക്കുന്നത്. ഇൻഡോറിലേക്ക് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇത് പറഞ്ഞതാണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്നതാണല്ലോ പീസ് ലില്ലിയും ആന്തൂറിയും ഒക്കെ. അതിൽ ഈ ആന്തൂറിയാണ് ഈ കോംബോയിൽ വരുന്നത്. പീസ് ലില്ലിയാണ് കേട്ടോ. ഇങ്ങനെ 3 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടെ 330+ കൊറിയറാണ് വരുന്നത്. 330+ കൊറിയർ. ഈ റേറ്റിന് എങ്ങും കിട്ടാൻ വഴിയില്ല കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കൊറിയർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് ആകെ അക്ഷരതെറ്റാണ്, എന്താണാവോ. അപ്പോൾ പിന്നെ വേഗത്തിൽ പ്ലാന്റ്സുകൾ, അപ്പോൾ കോംബോ ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേഗത്തിൽ പ്ലാന്റ്സുകൾ കാണിച്ചു പോവാം കേട്ടോ. അതിലിതാ നമ്മളുടെ ഈ വെറൈറ്റി ഇതേതാ മൈക്കൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓക്സികാർഡിയം റെഡ്. ഇങ്ങനെ തണ്ടുകൾ റെഡ് കളറായിട്ട് ഇങ്ങനെ ഒരു വെൽവെറ്റ് ഫിനിഷുള്ള ഇലകളായിട്ട് വരുന്നത്. ഇങ്ങനെ
ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ പെപ്രോമിയ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ, നമ്മുടെ വേരിഗേറ്റഡ് വെറൈറ്റി. ഇതാ ഇങ്ങനെ. പിന്നെ പെപ്രോമിയ ഒരെണ്ണം കൂടെ സ്റ്റോക്കിലില്ലേ? ഇല്ല, അത് കഴിഞ്ഞു അല്ലേ, നമ്മുടെ ഗോൾഡൻ ഗേറ്റ് കഴിഞ്ഞു. പിന്നെ ഇതാ ഇത് നമ്മുടെ ഇത് ഏതാ വെറൈറ്റി വരുന്നത്? എപ്പിപ്രൈമം ഗ്രീൻ കളർ വെറൈറ്റി. ഇതാ ഇങ്ങനെ കേട്ടോ. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഫിലാഡൻഡോൺ വെറൈറ്റി. ഫിലാഡൻഡോൺ പേരുകളൊക്കെ വിട്ടുപോയി കേട്ടോ, ഒന്ന് കാറ്റലോഗിൽ നോക്കിക്കോളൂ. ഇതിൻ്റെ പേര് വിട്ടു, ആറ്റംബോൺസ്. അതാ ഇങ്ങനെ. ഇതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ, ഒന്ന് കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ. കാറ്റലോഗിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും പ്ലാന്റ്സുകൾ വരുമ്പോൾ പിന്നെ നമ്മളുടെ ഇതാ ഇത് എയർ പ്ലാന്റ്, ഇത് ഈ ഒരു വെറൈറ്റി ഡൊനാൻഡ വെറൈറ്റി. ഇതാ ഇങ്ങനെ. ഇത് സ്റ്റോക്കിലുണ്ട് കേട്ടോ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇത് 90 രൂപയുള്ളൂ കേട്ടോ നമുക്ക് പ്ലാന്റിന്. പിന്നെ ഇതാ ബർക്കിൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 2 പ്ലാന്റ്, 2 എണ്ണം ഇതുണ്ടാവും. പിന്നെ അതിൻ്റെ ബേബി പ്ലാന്റുകളൊക്കെ കൂടെ അങ്ങനെയായിട്ടുള്ളതാണ് കേട്ടോ. ഇതാ പിന്നെ നമ്മുടെ ഇത് മൂൺഷൈൻ, ഫിലാഡൻഡോൺ മൂൺഷൈൻ. ചിലവർ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അയക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ തരാമോ, നിങ്ങൾ ഏത് പ്ലാന്റുകൾ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആഴ്ചയിൽ ആർക്കും തന്നെ ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് തിരക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോയി കഴിഞ്ഞാൽ അത് അനുഗ്രഹമായിരിക്കും. ഇതാ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. പേര് മറന്നു കേട്ടോ, ഫിലാഡൻഡോൺ വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ മറക്കുവാണ്, എല്ലാം ഇച്ചിരി കടുപ്പമുള്ള പേരാണ്. ഒന്ന് കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ. പിന്നെ ഇത് നഗ്രൈറ്റീസ്. ഇതാ ഇത് സ്റ്റോക്കിലുണ്ട്. ഫുൾ പോട്ടാണ് കേട്ടോ. എല്ലാം തന്നെ ഒരു പോട്ടിൽ 3-4 ഒക്കെ ചേർത്ത് വെച്ച് നട്ടേക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടുന്ന് കാണിച്ചു പോകാലോ. ഇതാ നമ്മുടെ ഇതിൻ്റെ പേര് മറന്നുവല്ലോ, അയ്യോ എല്ലാത്തിൻ്റെ പേര് മറക്കുകയാണല്ലോ. ഇതാ ഇത് നമ്മളുടെ അലോക്കേഷ്യ വെറൈറ്റി. അലോക്കേഷ്യ പേര് മറന്നു, ക്ഷമിക്കുക, ഇന്ന് എന്തോ ഇത് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ 2 പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ബുഷി പോട്ട് അഗ്ലോണിമ വെറൈറ്റി. ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പിൽ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാ പ്ലാന്റ്സിനും കാറ്റലോഗ് ഞാൻ ഇട്ട് തരാം കേട്ടോ. കാറ്റലോഗ് ഇട്ട് തരാൻ പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മതി. ഇത് നമ്മുടെ വിറ്റാറ്റ കലാത്തി വെറൈറ്റി. പിന്നെ ഇത് കാർഡിനൽ, ബ്ലാക്ക് കാർഡിനൽ ഫുൾ പോട്ട്, ഫുള്ളായിട്ട് ഷൂട്ടുകളൊക്കെ ആയിട്ട് ഒത്തിരി തൈകളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇത് സൺറെഡ്. ഇതാ ഇങ്ങനെ നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിരുന്നു. പിന്നെ ഫിലാഡൻഡോൺ വെറൈറ്റി ആറ്റം. ഇതാ പിന്നെ നമ്മളുടെ ഇഗ്സോറ യെല്ലോ. ഇതാ ഒരു പോട്ടിൽ 3 ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ, 3 പ്ലാന്റുകളായിരിക്കും. നിങ്ങൾക്ക് തിരിച്ച് നടാം. പിന്നെ പീസ് ലില്ലി വലിയ പോട്ട് കേട്ടോ, 200ൻ്റെ വലിയ പോട്ട്. പിന്നെ ബ്ലാക്ക് ഫോത്തോസ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇതിങ്ങനെ കുറേ ഷൂട്ടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ CC പ്ലാന്റ് ഗ്രീൻ കളറ്. പിന്നെ ബ്ലാക്ക് CC ഫുൾ പോട്ട് വരുന്നത് 200 രൂപയുടെ. ഇത് 170യുടെ ആണേ. പിന്നെ ഡ്വാർഫ് ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുവാണേ. പിന്നെ ഇത് നമ്മുടെ ഡെലിയ. ഇതാ നല്ല വലിയ പ്ലാന്റ്. പിന്നെ ഇത് കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ, നമ്മുടെ നിയോൺ പോത്തോസ് ഫുൾ പോട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ഗ്ലോബൽ പോത്തോസ്. ഇതും കുറച്ച് മാത്രമേ ഉള്ളൂ, കോംബോ ചെയ്യാനുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഗ്ലോബൽ പോത്തോസ്. പിന്നെ നമ്മുടെ ഫെൻ വെറൈറ്റി. ഇതാ ഇങ്ങനെ ക്രിസ്പി വേവ്. ഇതാ ഇത് നമ്മുടെ ആന്തൂറിയം വെറൈറ്റി, ആന്തൂറിയം ജെൻമിനി. ഇത് നമ്മുടെ ബില്ലറ്റ്, അടിപൊളി പ്ലാന്റ്. ഇതാ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ് കേട്ടോ, ബില്ലറ്റ്. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിലുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ കാണിച്ചു പോയതാണ്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് കാറ്റലോഗിലൊക്കെ നോക്കി കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്തോളൂ. കോംബോകളാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഇന്ന കോംബോ ഒന്ന് പറഞ്ഞാൽ മതി. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാ പ്ലാന്റ്സുകൾ അയക്കുക. ഒന്നിനും തന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. എത്രയും വ്യക്തമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട്
ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, പോട്ടുണ്ടാവോ, ഏത് കൊറിയറാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊറിയർ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ ഇട്ട് പോകും. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ട് പിന്നെ നമുക്ക് കൊറിയർ ചാർജ് സഹിതമുള്ള എമൗണ്ട് ഇടാമല്ലോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തും അല്ലെങ്കിൽ പ്ലാൻസ് വേണമെന്ന് പറയുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ ഇട്ടോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ്. എന്നാലും നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും സംശയമോ പിന്നെ ചെടികൾ നടുന്ന കാര്യത്തിലോ എന്തെങ്കിലും പിന്നെ ചെടികൾക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നട്ട ചെടികൾക്ക് എന്തെങ്കിലും വീട്ടിൽ നിലവിലുള്ള ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മെസ്സേജ് തരാം കേട്ടോ. മെസ്സേജ് അയക്കാം, റിപ്ലൈ തന്നോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.